ഹായ് ഓൾ, ഇറ്റ്സ് മീ നസ്രീന സിതാര ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടൊരു ബ്രെഡ് സ്നാക്കായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തകർപ്പൻ ബ്രെഡ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വേറെ ഒന്നിനുമല്ല, നമുക്ക് ആ പോർഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സിക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാൻ എരിവിനായിട്ട് ഇവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും എരിവും മധുരമൊക്കെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അടുത്തതായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 2 സവാള എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 2 കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു ബൗളിൽ നമ്മുടെ സാധാ പച്ചവെള്ളവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് നമ്മളിവിടെ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കത് 2 കൈ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം പോകത്തക്ക വിധത്തിലൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് 1-1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 കൈ ഉപയോഗിച്ചിട്ട് തന്നെ റൗണ്ട് ഷേപ്പിലോ റോൾ ഷേപ്പിലോ ഒക്കെ അത് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എനിക്കും ആദ്യമൊക്കെ ഡിഫിക്കൽട്ടായിട്ട് തോന്നി, പക്ഷെ പോകെ പോകെ വളരെ ഈസി ആയിട്ടായിരുന്നു തോന്നിയത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു റോൾ രൂപമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസ് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസ് എല്ലാം ഒരു റോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഓരോ ബ്രെഡ് റോളായിട്ട് വെച്ച് കൊടുത്തിട്ട് ചുറ്റും ഒന്ന്
തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തകർപ്പൻ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഷെയിൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഇനിയിപ്പോൾ ചിക്കൻ കഴിക്കാത്തവരായിരിക്കും ചിലപ്പോൾ ചിലർ. അപ്പോൾ അവർക്ക് ബീഫ് വെച്ചിട്ടോ ഫിഷ് വെച്ചിട്ടോ എഗ്ഗ് വെച്ചിട്ടോ ഇനി വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. എങ്ങനെ ട്രൈ ചെയ്താലും ഇതൊരു അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.